ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു നിലപാടാണോ ട്രംപ് സ്വീകരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത്തരം ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഗാസ വൃത്തിയാക്കുക, പലസ്തീനികളെ മാറ്റി താമസിപ്പിക്കുമ്പം അവർ മറ്റ് അറബ് രാജ്യങ്ങളിലോ പ്രധാനമായിട്ടും ഈജിപ്തിലേക്കോ ജോർദാനിലേക്കൊക്കെ പോകണമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഈജിപ്ത് ഈ കാര്യം അനുകൂലമായിട്ടല്ല എടുത്തത്. ഞങ്ങൾക്ക് വേണ്ട പലസ്തീനികളെ എന്ന നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ളൊരു കരാറുണ്ടല്ലോ, ആ കരാറ് ലംഘിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കോട്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഇപ്പോൾ ഈ ഫെബ്രുവരി 27 ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ അറേബ്യൻ കൺട്രീസ് എല്ലാവരും കൂടി അവിടെ കൂടിച്ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ അറേബ്യൻ കൺട്രീസ്. അപ്പോൾ അവിടെ വെച്ച് ഈ മീറ്റിംഗ് നടക്കുമ്പോൾ അങ്ങനെ കൂടിച്ചേരാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഒരെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്രായേലും അതേപോലെ ഹമാസുമായിട്ടൊരു തീരുമാനത്തിൽ കരാറിൽ എത്തിയിട്ടുണ്ടല്ലോ, അത് തകരുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാസയെ പറ്റി നമ്മുടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതും ഒരു പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈജിപ്തും സൗദി അറേബ്യയും അതേപോലെ ജോർഡനും UAE എല്ലാം കൂടിച്ചേർന്ന് പ്രധാനപ്പെട്ട അറേബ്യൻ കൺട്രീസ് എല്ലാം കൂടി ചേർന്നിട്ട് ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിന് അമേരിക്കയുമായിട്ട് താല്പര്യമാണ്. ഈജിപ്തിന് കുറേ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടിന് വേണ്ടിയിട്ട് ഈജിപ്റ്റ് ഇവർ പറയുന്നത് കേൾക്കുമായിരുന്നു. പക്ഷേ പണ്ട് ഈ അബൌട്ട് 1978 ആണെന്ന് തോന്നുന്നു, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് സൈൻ ചെയ്ത കാലം തൊട്ട് ഒരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്റ്റ് ഒറ്റപ്പെട്ടു പോയി. അറേബ്യൻ കൺട്രീസിൻ്റെ ഇടയിലും മുസ്ലിം കൺട്രീസിൻ്റെ ഇടയിലും ഈജിപ്റ്റ് ഒറ്റപ്പെട്ടു പോയി. അതേപോലെ തന്നെ അൻവർ സാദത്തും ഒറ്റപ്പെട്ടു പോയി. ഇവിടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ കുറേ പ്രൈവറ്റ് ബസ്സസ് ഉണ്ടായിരുന്നു, അൻവർ സാദത്ത് എന്ന പേരുള്ള ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ബസ്സും അൻവർ സാദത്ത് എന്നുള്ള പേര് കാണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്റ്റ് ബാക്കി ഉള്ള പാലസ്റ്റീനിയൻ കോസും അറേബ്യൻ കോസും ഒക്കെ ഇദ്ദേഹം അതായത് വഞ്ചിച്ചു എന്നുള്ളതാണ് കുറേ പേരുടെ വിശ്വാസം. അപ്പോൾ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അൽ-സീസിക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട്. ഈ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഉടനെ അമേരിക്കയിലൊന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൂടി കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ ട്രംപ് പറയണത് അനുസരിച്ച് കഴിഞ്ഞാൽ പണ്ട് അൻവർ സാദത്തിനുണ്ടായ പോലെ അനുഭവം ഉണ്ടാകുമെന്നൊക്കെ ഒരു ഭയമുണ്ട് അദ്ദേഹത്തിന്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ മീറ്റിംഗ് അല്പം നമുക്ക് മാറ്റിവെക്കാം എന്നാണ്. ഈ മീറ്റിംഗ് മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ, അതിന് മുമ്പ് ജോർഡനിലെ രാജാവ് ട്രംപിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ട്രംപ് പറയണതൊക്കെ ജോർഡനിലെ രാജാവ് ഇങ്ങനെ തലവലിക്ക് ഇരുന്നു. പക്ഷേ ട്രംപിന് ഒട്ടും സന്തോഷം നൽകുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞിരുന്നത്. ട്രംപ് പറയണതൊക്കെ ഒന്നും സമ്മതിക്കുന്ന കാര്യമൊന്നും അത് നടന്നില്ല. അദ്ദേഹം എങ്ങും തൊടാതെ അതേസമയം ട്രംപിനെ വിഷമിപ്പിക്കാതെ സംസാരിച്ചുകൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ട്രംപ് പറയണമെന്ന് അതേപടി കേൾക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ട്രംപിനെ വിഷമിപ്പിക്കാനും പറ്റില്ല. ജോർഡനിലെ രാജാവിന് അദ്ദേഹത്തിനും കിട്ടുന്നുണ്ട് പൈസ. അതായത് $1.45 ബില്യൺ പെർ ഇയർ കിട്ടുന്നുണ്ട്. അത് മിക്കവാറും $2 ബില്യൺ കൂട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കളയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ അബ്ദുള്ള രാജാവ് പോയിട്ട് ട്രംപിൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ ഇരുന്നത്. വാസ്തവത്തിൽ ഒരു കുട്ടിക്ക് ഇമ്പോസിഷൻ കൊടുക്കുമ്പോൾ ക്ലാസ് ടീച്ചറുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് ഈ അബ്ദുള്ള രാജാവ് ട്രംപിൻ്റെ മുമ്പിലിരുന്നത്. അതായത് ട്രംപ് പറയണതിൽ ഒന്നിലും താല്പര്യമില്ല, നമുക്ക് ഇമ്പോസിഷൻ എഴുതാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ, അതേപോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രംപിനെ വിഷമിപ്പിക്കുക, ഇൻസൾട്ട് ചെയ്യാതെയോ അദ്ദേഹം നോക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ ട്രംപ് പറയുന്ന കാര്യമൊന്നും അത്ര തൃപ്തിയല്ല. അവസാനം അദ്ദേഹം ആകെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2000 രോഗികളായ കുട്ടികളെ ഞങ്ങൾ ഗാസയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ 22 ലാക്ക് അല്ലെങ്കിൽ 22 ലക്ഷം ആൾക്കാരുണ്ട്. 22 ലക്ഷം ആൾക്കാരുള്ളതിൽ 2000 രോഗികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ എന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിനോടൊരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരൊക്കെ പത്രപ്രവർത്തകരൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈജിപ്റ്റ് ഇതിൻ്റെ ഒരു പ്ലാനുമായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഈജിപ്റ്റ് തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിയാദിൽ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ രാജാവിന്, അബ്ദുള്ള രാജാവിന് ഈ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. അത് വളരെ പ്രകടമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇത് തന്നെയാണ് ഈജിപ്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഈജിപ്തിലെ ഈ ഫത്ത അൽ സിസി ഉണ്ടല്ലോ, അബ്ദുൽ ഫത്ത അൽ സിസി, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അമേരിക്കയിൽ വെച്ചിരിക്കുന്ന മീറ്റിംഗ്, നേരത്തെ തീരുമാനിച്ചിരുന്ന ട്രംപായിട്ടുള്ളൊരു മീറ്റിംഗ്, നേരത്തെ വന്ന ട്രംപിനെ കാണാനൊക്കെ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഗാസയുടെ കാര്യത്തിൽ പറഞ്ഞേക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മീറ്റിംഗ് ഒന്ന് മാറ്റി വയ്ക്കണം, മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെയാണ്, മീറ്റിംഗ് കുറച്ച് കഴിഞ്ഞിട്ട് നടത്താമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവർ ഒരു മീറ്റിംഗ് ഇപ്പോൾ റിയാദിൽ വെച്ചിട്ടുണ്ട്. റിയാദിൽ മെയിൻ അറേബ്യൻ കൺട്രീസ് എല്ലാം കൂടി ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കും. പക്ഷേ അവർക്ക് ആർക്കും ഇതിൽ വലിയ താല്പര്യം അവർ കാണിക്കുന്നില്ല. താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും അങ്ങനെയാണ് അവർ കാണുന്നതും. പക്ഷേ ട്രംപിന് ഇതിൽ വളരെ വിശ്വാസമുണ്ട്, ഇസ്രായേലിന് ഇതിൽ വളരെ വിശ്വാസമുണ്ട്. പിന്നെ ഇസ്രായേലിൽ ഉള്ള ഫാർ റൈറ്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനൊക്കെ ഈ കാര്യത്തിൽ വളരെ താല്പര്യമാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പാലസ്തീനെ മാറ്റി കളയാന്നുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഈജിപ്തിന് അത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈജിപ്തിന് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഒരു നിലവിലൊരു സമാധാന കരാർ ഈജിപ്തും ഇസ്രായേലുമായിട്ടുണ്ടല്ലോ, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് എന്ന് പറയുന്നത്. ആ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന് എന്തെങ്കിലും ക്ഷീണം പറ്റുമെന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. കാരണം ക്യാമ്പ് ഡേവിഡ് അക്കോർഡാണ് ഇപ്പോൾ അവിടുത്തെ സമാധാനത്തിൻ്റെ പ്രധാന കാരണം. ഈജിപ്തും ഇസ്രായേലുമായിട്ട് യുദ്ധമില്ല. ഈജിപ്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അറബികളൊക്കെ കൂടും, ചിലപ്പോൾ ഇറാനും കൂടി ഇന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന് എന്തെങ്കിലും ഒരു തടസ്സം വരാമെന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം കാക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. മാത്രമല്ല അമേരിക്കയുടെ ഈ ഗൾഫിലുള്ള ഇൻഫ്ലുവൻസിൻ്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റിനും അതേപോലെ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററിനും നൊബേൽ പ്രൈസ് കിട്ടിയത്. അതായത് മുസ്ലിം വേൾഡിലെ ആദ്യത്തെ നൊബേൽ പ്രൈസ് ഫോർ പീസാണ് അന്ന് അൻവർ സാദാത്തിന് കിട്ടിയത്. ആ കൂട്ടത്തിൽ മെനാച്ചം ബെഗിനും കിട്ടി. ഇസ്രായേലിൽ ഒരുപാട് നൊബേൽ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ ഈജിപ്തിൻ്റെ ആദ്യത്തെ സമാധാന നൊബേൽ പ്രൈസിന് ആദ്യത്തെ എനി വിച്ച് വേ ഈ നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് അൻവർ സാദത്തിനാണ്. മുസ്ലിം ലോകത്തിലെ ആദ്യമായിട്ടുള്ള നൊബേൽ പ്രൈസാണത്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു കാര്യം അതിന് എന്തെങ്കിലും തടസ്സം വരുമോ എന്നുള്ളതാണ് ഒരു സംശയം ആൾക്കാർക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാസ പ്രശ്നം എങ്ങനെ തീരും എന്നറിയില്ല. ഗാസയിലെ ആൾക്കാർ അവിടെ നിന്ന് ഓടിച്ചിട്ട് അത് റിവിയറ ആക്കി മാറ്റാം, റിവിയറ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാം, സുഖവാസ കേന്ദ്രമാക്കി മാറ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഓടിച്ചു വിടൽ എന്തോരം പ്രായോഗികമാണെന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ട്രംപ് പറയണത് ഈജിപ്തിന് ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ട്, ജോർഡനും ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കുറേ പേര് എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഓൾറെഡി അവിടെയൊക്കെ ഒരുപാട് പാലസ്തീനികൾ ഉണ്ടെന്ന്, അവിടെ ഒരുപാട് പാലസ്തീനികളുണ്ട്. മാത്രമല്ല അവരെവിടെ വന്നാലും പ്രശ്നമാണ്. മനസ്സിലായോ? ഈ ഈജിപ്തിലുണ്ടായിരുന്നാണ് അവരൊക്കെ പിന്നെ പ്രശ്നത്തിലാണ് അത് കലാശിച്ചത്. അതേപോലെ ജോർഡനിലാണെങ്കിലും അവർ അവസാനം വലിയ പ്രശ്നമായ ഒരു യുദ്ധം പോലെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. എന്നിട്ടാണ് അവരെ കുറേ പേരെ പുറത്താക്കിയത്. പക്ഷെ ഇപ്പോഴും ഒരു 1 മില്യൺ ആൾക്കാർ അഭയാർത്ഥികൾ ഈ പറയുന്ന ജോർഡനിലുണ്ട്, എവിടെ നിന്ന് പാലസ്തീൻകാർ. അതുകൂടാതെ 1 മില്യൺ ആൾക്കാർ സിറിയയിൽ നിന്ന് വന്ന് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ജോർഡനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൾറെഡി മോർ ദാൻ 2 മില്യൺ ആൾക്കാരുണ്ട്. ഇനിയും ആൾക്കാരെ അവിടെ കയറ്റാന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ല. അമേരിക്ക കൊടുക്കുന്ന ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ട് കൊടുക്കുന്ന എയ്ഡ് അതിൽ താല്പര്യമുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും കയറ്റി താമസിപ്പിക്കാൻ അവിടെ പറ്റില്ല. അത് തന്നെയാണ് ഈജിപ്തിൻ്റെ സ്റ്റാൻഡ്. ഈജിപ്തിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിലൊക്കെ ഇപ്പം വളരെ ഭംഗിയായിട്ടാണ് പോണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭരിക്കുന്നത് ഒരു മിലിറ്ററി ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് അവിടെ ഗുഡ് ലോ ആൻഡ് ഓർഡർ ഉണ്ട്. ഇവർ ഈ പാലസ്തീൻകാർ വന്ന് കയറിയാലുണ്ടല്ലോ പിറ്റേ ദിവസം അവർ പാരലൽ ആർമി പോലെ വർക്ക് ചെയ്യണത്. അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും, ലോ ആൻഡ് ഓർഡർ ആകെ താറുമാറാകും. മാത്രമല്ല ഒരുപാട് എക്സ്പെൻസസ് അതിൽ വേണ്ടി വരും. പിന്നെ മാത്രമല്ല ചിലപ്പോൾ ഇസ്രായേലായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വന്നാൽ ഉടനെ റോക്കറ്റ് വിടാന്ന് പറയും. അവരുടെ സ്വഭാവം അതാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഈജിപ്തും ഇതിൽ സഹകരിക്കാൻ മടിയുണ്ട്. അപ്പോൾ ഇത് കൂടി ഒരു പക്ഷേ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് തകരാനുള്ള അതിന് പോലും തകരാൻ സാധ്യത.